ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ട്. ആ 2 പ്രശ്നങ്ങളിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യത്തെ പ്രശ്നം വി.എം. സുധീരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഉം. യഥാർത്ഥത്തിൽ കേരളത്തില് ഇപ്പോ കെ ആന്റണിക്ക് പോലും ഞാൻ വിചാരിക്കുന്നത് അത്രയും വലിയൊരു ഇമേജ് ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് കെ ആന്റണി പലപ്പോഴും കഴിവ് കുറഞ്ഞ ഒരാളാണെന്നും അദ്ദേഹം നിലപാടുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, പണമൊന്നും മേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആരോപണമുള്ളപ്പോഴും ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള എലിസബത്ത് എയർ ഇന്ത്യക്ക് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ വിറ്റത് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യവും പറയാനില്ലാത്തൊരു നേതാവ് കൂടിയാണ് വി.എം. സുധീരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ശരിയാണ്, ഇപ്പൊ അശോകൻ മുതലാളി തൃശ്ശൂരുള്ള അദ്ദേഹത്തിന്റെ വണ്ടിയൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ പലപ്പോഴും ഒരുപക്ഷെ വി.എസ്. അച്യുതാനന്ദൻ എടുത്തിരുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ ജനത്തിനൊരു വിശ്വാസമുണ്ട്, അത് ശരിയായിരിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പോലെ തന്നെ വിശ്വാസമുള്ള കേരളത്തിലെ ഇപ്പൊ ഏക നേതാവ് എന്ന് വിളിക്കാവുന്നത് വി.എം. സുധീരനാണ്. അപ്പൊ പൊതുജന വികാരം ഒറ്റടിക്ക് എതിരാകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തിട്ടല്ലല്ലോ ഇവർ ജയിച്ചേക്കുന്നത്. ഇവർ 1 കോടിയിൽ പരം വോട്ട് നേടി ജയിച്ചവരാണ്. അതിൽ വി.എം. സുധീരന്റെ പങ്ക് വളരെ കൃത്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സതീശന്റെ ഇമേജിന് ഒരു വലിയ ഗുണം കിട്ടിയ ഒരു കാര്യം എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചത് വി.എം. സുധീരനാണ്. ആ വി.എം. സുധീരന് സമയം അനുവദിച്ചപ്പോൾ വി.എം. സുധീരനാണ് ഏതാണ്ട് 40-45 മിനിറ്റ് എടുത്തുകൊണ്ട് വി.ഡി. സതീശൻ വരട്ടെ, അദ്ദേഹത്തിനാണ് വലിയ ജനപിന്തുണ കൂടുതൽ എന്നുള്ളത് കൺവിൻസ് ചെയ്ത ഒരു നേതാവാണ്. കാരണം വി.എം. സുധീരനോട് ചോദിച്ചാൽ കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക, നല്ല കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കും പറയുക എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി സപ്പോർട്ട് വി.ഡി. സതീശൻ ഉണ്ട് എന്നുള്ളത് സതീശനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറിയ കാര്യമാണ് ഈ മുഖ്യമന്ത്രിയാകാൻ. ആ മുഖ്യമന്ത്രിയാകാൻ ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറിയ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, വി.എം. സുധീരൻ ഫേസ്ബുക്കിൽ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വി.എം. സുധീരൻ അത് ജൂൺ 1-ാം തീയതി തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം നടപടികളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. എങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു?